റിലേഷൻഷിപ്പിൽ പാർട്ട്ണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഒരാൾ ചോദിക്കണം നീ കമ്മിറ്റഡ് ആണോ ഇപ്പൊ ചോദിച്ചാൽ എന്താ പറയണ്ടേന്ന് അറിയില്ല, ഉണ്ടോന്നോ ഇല്ലയോന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയാണോ ഗോസ്റ്റിംഗ്? ഓക്കെ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഒരു സൈഡിൽ കൂടെ ഭയങ്കരമായി പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കും. നിന്നെ ഞാൻ കല്യാണം കഴിക്കാം, നിന്നെ ഞാൻ കല്യാണം കഴിക്കും, എന്തായാലും കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ അങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഒരു കാര്യത്തിലും ഇവർ നമ്മുടെ കൂടെ വരികയെ അല്ലെങ്കിൽ നമുക്ക് മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, ഒരു സപ്പോർട്ടും നമുക്ക് തരില്ല. ഫിസിക്കൽ സപ്പോർട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഏറ്റവും അധികം ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും സങ്കടം വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ചായാൻ ഒരു തോളാണ്. കൊച്ചു കള്ളി ഈ ഹഗ്ഗിന്റെ കാര്യം ഹഗ്ഗിന്റെ പ്രത്യേകത എന്താ? ഒരാൾക്ക് 8 ഹഗ് ഒരു ദിവസത്തിൽ കിട്ടണം എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. 8 ഹഗ് എങ്കിലും നിങ്ങളെല്ലാം കേൾക്കുന്നില്ല. 8 ഹഗ്, 8 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയണ പോലെയാണ് ഈ കുട്ടി 8 ഹഗ്. ഒരു ദിവസം എത്ര ഹഗ് വെച്ച് കിട്ടാറുണ്ട്? എനിക്ക് എവിടെ കിട്ടാറില്ല. ഇത് തെറ്റായ ഒരു ഇൻഫോർമേഷൻ ആണ് ഈ കുട്ടി തരുന്നത്. 8 ഹഗ് ഒന്നും ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, നമുക്ക് ഒരു ഹഗ് ഉണ്ടായി നല്ലതാണല്ലോ. ഒരു ദിവസം അത് ഒരാളിൽ നിന്ന് കുറച്ച് കുറയ്ക്കാം, ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നല്ല. ഫിസിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചായാൻ ഒരു തോള്, ഷോൾഡർ വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി ഹഗ്ഗിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഹഗ്ഗൊന്നും വേണ്ട, നമുക്ക് എപ്പോഴും ബെസ്റ്റ് പ്ലേസ് ഷോൾഡർ ആണ്. ഒരാളുടെ ഷോൾഡറിൽ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ചുംബനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമുക്ക് ഹഗ്ഗിൽ നിന്ന് പോയില്ലേ, നമുക്ക് ചുംബനത്തിലേക്ക് എത്താം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉമ്മ നെറ്റിയിൽ തരുന്ന ഉമ്മയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഉണ്ടെങ്കിൽ ഞാൻ പറയൂലേ, സത്യത്തിൽ എനിക്കറിയില്ല. ആ നിവിൻ പോളിയുടെ ആ സിനിമയില് മറ്റേ പർദ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഷോപ്പ് തട്ടത്തിൻ മറയത്ത്, അതില് ഇത്രയും ക്ലോസ് ആണ് നിവിൻ പോളിയും ആ നായികയും. എന്നിട്ട് ഇവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നിവിൻ പോളി ആദ്യം അവർക്ക് നെറ്റിയിലാണ് ഉമ്മ കൊടുക്കണം. അപ്പൊ തൊട്ടപ്പുറത്ത് അജു വർഗീസ് ചോദിക്കും, നിനക്ക് ഇത്ര നേരിട്ട് നെറ്റി വരെ എത്തിയുള്ളൂ ആ നിന്റെ ഉമ്മ എന്ന് ചോദിക്കും. ഈ നെറ്റിയിലുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ വളരെ അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതായത് നമ്മളുടെ പാർട്ട്ണറുടെ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുകയും അവരെ നമ്മളെ ഷോൾഡറിൽ ചായാൻ പറ്റുകയും നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർ ജെനുവിനാണ്, ലോയലാണ്. അവർ നമ്മുടെ കൂടെ നിൽക്കാനാണ്. അവർ നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ മനസ്സിനെയാണ് അവർ സ്നേഹിക്കുന്നത്. പഴയ ഒരു കവിതയുണ്ട്, മാംസദിബദ്ധമല്ല രാഗം. കേട്ട് കാണാൻ വഴിയില്ല. എന്താണ്? അതായത് ഈ പ്രേമം എന്ന് പറയുന്നത് മാംസത്തിനോട് ആഗ്രഹമുള്ളതായിരിക്കരുതെന്ന്. അതായത് ഇപ്പോൾ എപ്പോഴും ലവ് അല്ലല്ലോ, ലസ്റ്റ് അല്ല. എല്ലാവർക്കും എല്ലാത്തിനോടും പ്രേമം, കാമം ഒക്കെയാണ്. കുറച്ച് ദിവസം അങ്ങോട്ട് അടുത്ത് ഇടപഴകുമ്പോഴേക്കും അവർ ഫിസിക്കലി എങ്ങനെ അവരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിലൊന്നും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയുമായിട്ട് നമ്മൾ വേറെ എന്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് വഴിതെറ്റി ഇവിടം വരെ എത്തിയത്? നമ്മൾ ഹഗ്ഗിന്നാണ് വന്നത്. അല്ലല്ല, ഞാൻ ഷോൾഡറിൽ നിൽക്കണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇപ്പോഴും ഹഗ്ഗിലാണോ നിൽക്കുന്നത്? സൂക്ഷിക്കണം. അതായത് നമുക്ക് ആ ഷോൾഡറിൽ ചാരി കിടക്കാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു, നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി, അതായിരിക്കണം പാർട്ട്ണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ, നമ്മുടെ സന്തോഷങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ആളുകളെ കിട്ടും. പക്ഷെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരാണ്ടാവാറില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ കേട്ടിരിക്കും. ചില ആളുകളുണ്ട്, ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല എന്ന് അറിയാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ രണ്ടുപേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിലേഷൻഷിപ്പിലാണ്. നമ്മളിങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പുറത്തിരിക്കുന്ന ആൾ ഫുൾ ടൈം മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് കേൾക്കുന്നുണ്ട്, നീ പറയും, എന്നിട്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർ നമുക്ക് ഒരു വാല്യൂം തരുന്നില്ല. ആ ഡിസ്റെസ്പെക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ റെഡ് ഫ്ലാഗ്. ഈ ഡിസ്റെസ്പെക്ട് നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നോ പറയാൻ ഒരു വിഷമാവൂലേ? അപ്പൊ എന്താ പേടിക്കുന്നത്? അവിടെ വർഷം ആക്ച്വലി ആ നോ പറഞ്ഞ ആള് വിട്ടു പോകുന്നല്ലേ? അല്ല, ആള് വിട്ടു, ആൾക്ക് വിഷമാവും. അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഈ നമ്മുടെ ഈ പ്രശ്നങ്ങളെ നമ്മൾ വരുത്താതിരിക്കാനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ അടച്ചു വെക്കാമെന്ന് വിചാരിക്കുക. അതായത് വിട്ടുവീഴ്ച എന്നാണ് അതിനെ പറയാം. ഈ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുമ്പോൾ, അതായത് നോ പറയാൻ ആദ്യം മടിച്ചു വർഷം, വിട്ടുവീഴ്ചയോടുകൂടി അത് എടുത്തു വെച്ചു, ഒരു സാധനം എടുത്തു വെച്ചു കേട്ടോ. ഇനി അടുത്ത ഇൻസിഡൻറ്റ് വരുമ്പോൾ അതും വേണ്ട, ഇപ്പോൾ പറയണ്ട, അത് എടുത്തു വെച്ചു. പിന്നെ 3-4 എടുത്തു വെച്ചാത്ത സാധനം ഇങ്ങനെ പോകട്ടെ, അഗ്നിപർവ്വതം പോലെ ഒരു ദിവസം അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അത് വലിയൊരു പൊട്ടലായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താ വെച്ചാൽ ആ ദേഷ്യം വരുന്ന സമയത്ത് സ്ത്രീകൾ എസ്പെഷ്യലി മുമ്പത്തെ എല്ലാ സാധനങ്ങളും കൂടി കുറെ നാളായി നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, നീ അന്നങ്ങനെ ചെയ്തില്ലടാ, നീ 2011 ഈ മെയ് മാസം 5-ാം തീയതി, ആണുങ്ങൾ ഒന്നും ഓർത്ത് വയ്ക്കാത്ത ആൾക്കാരാണ്. പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു, അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോയി. സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഓർത്ത് വെക്കും. അവരെല്ലാ കാര്യങ്ങളും ആ സമയത്തേക്ക് ക്ഷമിക്കും. പക്ഷെ പെണ്ണുങ്ങളൊന്നും മറക്കില്ല. പെണ്ണുങ്ങൾ കള്ളികളാണ്, അതറിയില്ലേ? അറിയാം. അതെന്താ പെണ്ണുങ്ങളുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ.
വളരെ പെണ്ണുങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമിച്ചു എന്നൊക്കെ നടിക്കും. പക്ഷെ ഇവരതൊന്നും മറക്കില്ല. അവരത് മുഴുവൻ എടുത്തു വെച്ച് ഈ ആണുങ്ങളുടെ മെക്കെട്ട് കയറി. സത്യത്തിൽ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ. അത് ഈ സമയത്തെങ്കിലും ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അത് റെയറാണ്, എല്ലാത്തിലും ഉണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് പുരുഷന്മാരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കുശുമ്പ്, കുനിഷ്ട്, കുന്നായ്മ, അസൂയ ഇതൊക്കെ ഇല്ലാത്ത സ്ത്രീകൾ ഇല്ല. വളരെ റെയറാണ്. സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അസൂയ, കുശുമ്പ്, കുനിഷ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി. സീരിയസ്ലി. കാരണം സ്ത്രീകൾക്ക് ഭയങ്കര കുശുമ്പാണ്. അവർക്ക് അത് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യാന്നുള്ളത്, അവര് പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നിരസിച്ചിട്ടാണ് അവരത് റിയാക്ട് ചെയ്യുക. അതായത് പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം, ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവര് നോ പറയാ സ്ത്രീ. അതായത് വൈരാഗ്യം ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ട് നീ അന്നങ്ങനെ ചെയ്തില്ലടാ, നിനക്ക് ഞാൻ ഈ സാധനം തരില്ല, അങ്ങനെയാണ് സ്ത്രീ പറയാം. അതിലും ബെറ്റർ പുരുഷനാണ്. അവന് ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പനെ പറയും എനിക്കിത് ഇഷ്ടമായില്ലട്ടാ, നടക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന പുരുഷന്മാരാണ് എപ്പോഴും കമ്പാരിറ്റീവ്. അല്ലാത്ത എക്സെപ്ഷണൽ കേസസ് എല്ലാത്തിലും ഉണ്ട്. തർക്കിക്കുന്നില്ല, പുരുഷന്മാരും സ്ത്രീകളും എല്ലാത്തിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് കൂട്ടുകൂടാനും ഒക്കത്തിന് നല്ലത് പുരുഷന്മാരാണ്. എനിക്ക് പുരുഷന്മാരും ഇഷ്ടമാണ്, സ്ത്രീകളും ഇഷ്ടമാണ്. നന്നായി വരും. അല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ നോ പറയുന്ന സ്ഥലത്ത് നമ്മൾ നോ പറയുന്നില്ല എന്ന് പറഞ്ഞത് റിലേഷൻഷിപ്പിൽ. വേറെ ചില കാര്യങ്ങൾക്കാണെങ്കിൽ നോ എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയാതിരിക്കും. അപ്പൊ ഇങ്ങനെ നോ പറയാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രോമ ബോണ്ടാണോ അത്? അല്ലല്ല, അത് നോ പറയാതെ ട്രോമയൊന്നുമല്ല. നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു സ്വഭാവമല്ല എൻ്റെ മോളുടെ ഒരു സ്വഭാവം. എനിക്ക് 19 വയസ്സായ ഒരു മോളുണ്ട്. അവൾ ഒരിക്കലും നോ പറയില്ല. അപ്പോൾ ഈ നോ പറയാത്ത ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോളേജിൽ അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കുറേ വരയ്ക്കാനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ വരയ്ക്കാനൊക്കെ ഉണ്ട്, ഈ പറയുന്ന വ്യക്തിയുടെ എൻ്റെ മോളുടെ ചിലപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഫ്രണ്ട്സ് പോയിട്ട് പറയും ഇത് എനിക്കും കൂടി ഒന്ന് വരച്ചതായോ എന്ന് പറയും. ഇവൾക്ക് നോ പറയാറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി ഫ്രസ്ട്രേറ്റഡ് ആവാണ്. എൻ്റെയും കഴിഞ്ഞിട്ടില്ല, അതും കഴിഞ്ഞിട്ടില്ല, ഇതും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഒരു നോ പറഞ്ഞെങ്കിൽ ഈ തലവേന വലുതും ഉണ്ടാവും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങളൊന്നും നമ്മൾ നോ പറഞ്ഞില്ലെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാനും പറ്റില്ല. നമ്മൾ സ്വയം ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മളെ സ്നേഹിക്കാൻ പുറമേന്ന് വേറൊരുത്തനില്ല. നമുക്ക് നമ്മളോടാണ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് ഇഷ്ടമുള്ള 5 വ്യക്തികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വർഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? ഞാൻ ഇല്ല, കുട്ടിക്കാലത്താണ് ഞാൻ എന്റെ പേരല്ലാതെ. അല്ല ഇപ്പൊ വലിയ വളർന്ന് വടവൃക്ഷം പോലെയായാലും ഇപ്പൊ പറയും. സത്യം പറഞ്ഞാലേ ഇപ്പോഴേ സത്യം എപ്പോഴെങ്കിലും ഒന്ന് പറ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാന്നാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എന്നെ തന്നെ. ഇതിപ്പോ എന്നെ കാണിക്കുന്ന വെറും നമ്പറാണ്. ഞാനൊരു സൈക്കോ ആയതുകൊണ്ട് വർഷം കാണിച്ച നമ്പർ എനിക്കറിയാം, കണ്ണിൽ നോക്കി അറിയാം. എന്നെ തന്നെ എന്ന് പറയുമ്പോ അവിടെയും പ്രശ്നമില്ല ഇവിടെയും പ്രശ്നമില്ല. അല്ല എന്നെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. നമ്മൾ അങ്ങനെ സ്നേഹിക്കണം എന്നല്ലേ? ആക്ച്വലി നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത്. കാരണം അങ്ങനെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. വേറൊരുത്തൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ വെറീഡ് ആവില്ല. അല്ലെങ്കിൽ വേറൊരുത്തൻ മിണ്ടാതിരുന്നുകൊണ്ട് എത്രയോ ആളുകൾ പോയി സൂയിസൈഡ് ചെയ്യണു. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നേരത്തേക്ക് അവർ തോന്നുകയാണ് അവർ ജീവിതം അവസാനിപ്പിച്ച് കളയാന്ന്. ആക്ച്വലി ഒരു മിനിറ്റ് നേരത്തേക്ക് അവരെ കേൾക്കാൻ ഒരാളില്ലാതെ പോയതുകൊണ്ടാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതം അവസാനിച്ചു പോയിന്ന്. കാരണം ഒരു വ്യക്തിയിലേക്ക് അവർ ഫോക്കസ്ഡ് ആയിരുന്നു. ഇതിന് ചുറ്റും ഇത്രയും വലിയ ലോകമുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ. നമ്മളെപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളിലേക്കാണ് ഫോക്കസ് ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്നവരെ, അതായത് അവഗണിക്കുന്നവരെ ഉപേക്ഷിച്ച് പരിഗണിക്കുന്നവരെ സ്നേഹിച്ചാൽ മതി. അവഗണിക്കുന്നവരെ, നമ്മളെ ആരൊക്കെയാണ് ഇഗ്നോർ ചെയ്യുന്നത് അവരെ തിരിച്ചും ഇഗ്നോർ ചെയ്യാൻ നമ്മൾ എന്ന് പഠിക്കുന്നോ. നമ്മൾ സാധാരണ ക്ലീഷേ പറയാറില്ലേ, അവന് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ വേണ്ടാന്ന് പറയാനൊക്കെ സുഖമാണ്. അവന് ഇന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ വേണ്ടാന്ന് പറയണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രയും, അതായത് നമ്മൾ അത്രയും സ്റ്റേബിളായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. എത്ര IQ ഉള്ള ആൾക്കും EQ ഉണ്ടാവണമെന്നില്ല. വർഷ ഇപ്പൊ ഇതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ബയോടെക്നോളജി. കേൾക്കാൻ നല്ല രസമുണ്ട്. വർഷയുടെ ഇമോഷണൽ കോഷ്യന്റ് എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വർഷ അതിൽ നിന്ന് ഓവർകം ചെയ്യും? ഞാനെല്ലാം പെട്ടെന്ന് നല്ല രീതിയിൽ എല്ലാം മാനേജ് ചെയ്യും. അല്ല മണിക്കൂർ കണക്ക് പറയൂ. അല്ല മണിക്കൂർ അല്ല, ഞാനെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യും. മണിക്കൂറൊന്നുമില്ല. എനിക്കിപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഏറ്റവും ടെൻഷൻ വന്നാൽ എന്താ ചെയ്യാ? ടെൻഷൻ വന്നാൽ ഞാൻ ചിലപ്പോൾ കുറച്ചേരം കിടന്ന് ഉറങ്ങും. നല്ല കാര്യമാണ്. എന്താ സംഭവം അറിയോ, ഉറങ്ങി ഏറ്റു കഴിയുമ്പോൾ നമ്മൾ കുറേ ഫ്രഷ് ആവും. കാരണം നമ്മുടെ മൈൻഡ്, സാധാരണ ആളുകൾ ടെൻഷൻ വന്നാൽ ഉറങ്ങാൻ പറ്റില്ല. സാധാരണ ആളുകൾ ഉറക്കം പോയി എന്നാണല്ലോ പറയാം. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ടെൻഷൻ വന്നാൽ വയറ് നിറച്ച് ചോറും കൂർക്കുപ്പേരിയും ബീഫും. കൂർക്കുപ്പേരി ഇഷ്ടമാണോ? പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് കൂർക്കുപ്പേരി. കൂർക്ക് കഴിഞ്ഞൂല്ലേ, കൂർക്കയുടെ സീസൺ കഴിഞ്ഞു. ഇത്ര ഇനിയിപ്പോ കാത്തിരിപ്പാണ്, സെപ്റ്റംബറിലേക്കുള്ള കാത്തിരിപ്പാണ്. കൂർക്കയെ കാത്തിരിക്കുന്നു. അപ്പോൾ വർഷം കിടന്ന് ഉറങ്ങും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയണ അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും.
കുറച്ച് പാട്ടും കേട്ട് അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാൽ, കാരണം സത്യം പറഞ്ഞ ഭക്ഷണം ഒരുപാട് ആ സമയത്ത് കഴിക്കരുതെന്ന് പറയാം. കാരണം സ്ട്രെസ് ഈറ്റിംഗ് നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഭക്ഷണം നല്ലോണം കഴിക്കുക, തലയും മേലൊക്കെ എണ്ണ തേച്ച് നന്നായി കുളിക്കുക, സുഖമായി ഉറങ്ങുക. ആഹാ, ഫെൻറ്റാബുലസ്. അങ്ങനെയൊക്കെയാണ് ഞാൻ. ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ സ്ട്രെസ് മാറ്റാനായിട്ട്. ഞാനത് ഉറങ്ങിത്തീർക്കും. ടെൻഷൻ ഇല്ലാണ്ടല്ല, മറ്റുള്ളവർക്ക് ശല്യമില്ല. അതെ അതെ, ആർക്കും ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ നമ്മുടെ വേദന കുറെ പറഞ്ഞിട്ട് എന്താ കാര്യം, തീരാനും പോണില്ല. പറയും തോറും കൂടുന്നതാണ്. അതേ ഞാൻ പറയണത്, നമ്മൾ എന്താണോ പറയുന്നത് അതായി തീരും. അതറിയോ വർഷയ്ക്ക് നമ്മൾ ഹാപ്പി അല്ലാന്ന് വിചാരിക്കും, ഒട്ടും ഹാപ്പി അല്ല നമ്മൾ. പക്ഷെ എപ്പോഴും നമ്മൾ ഹാപ്പിയാണെന്ന് കുറേ നമ്മുടെ മൈൻഡിനോട് പറയാം. കാണുന്ന ആളുകളോടും ഹാപ്പി ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കാം. വരുത്തി തീർക്കാനായിട്ട് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ആകെ വയ്യ, ഒരു മൂഡിൽ ഏറ്റിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, ചടഞ്ഞു മുടിഞ്ഞ് കിടന്ന് ഉറങ്ങാനാണ് നമുക്ക് തോന്നുന്നതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ദിവസങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എടിപ്പിടുന്നതിനെ ചാടി എഴുന്നേറ്റിട്ട് ഗെറ്റപ്പ് ഡ്രസ്സപ്പ് ആൻഡ് ഷോപ്പ്, അങ്ങനെ ഒരു കോട്ടുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങാം. അപ്പം 4 ആൾ നമ്മളെ നോക്കും, കൊള്ളാലോ വീഡിയോ എന്ന് പറയും. അപ്പോൾ നമുക്ക് സ്വയം നമ്മൾ അപ്രീഷിയേറ്റഡ് ആയി എന്ന് തോന്നും, നമ്മളെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് തോന്നും, നമ്മൾ വാല്യൂഡ് ആയി തോന്നും. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വേറെ കുറേ ചിന്തകളിലേക്ക് വരും. എളുപ്പമുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളാരും ശ്രദ്ധിക്കാനില്ല എന്ന് വിചാരിക്കാം, നമുക്കൊന്നും ബോറടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുക, എന്നിട്ട് ഡിലീറ്റ് ഓൾ കൊടുക്കുക. അപ്പോൾ തന്നെ അവൻ തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ അവൾ തിരിച്ചു ചോദിക്കും എന്താന്ന്. പിന്നെ ആ മെസ്സേജ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, നേരം പോണത് അറിയില്ല. നല്ല ഐഡിയ. തീരെ പണിയില്ലാണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളെ നോക്കി ചിരിക്കുക. അപ്പൊ എന്തിനാ ചിരിച്ചേന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നടന്നു പോലും അയാള്. അങ്ങനെ കുറെ ഞാനെല്ലാരും കാണുമ്പോൾ ചിരിക്കാറുണ്ട്. അതൊരു അസുഖമാണ്. എന്നെ അറിയാത്തൊരു കാണുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. എന്നെ കാണുമ്പോ എന്താന്നറിയില്ല, എല്ലാവരും ചിരിക്കും. അതായത് അങ്ങനെയല്ല, ചിരി വരുന്ന മുഖമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല കോമഡി അങ്ങനെ എല്ലാരും കാണുമ്പോൾ അല്ലല്ല, ആ പുഞ്ചിരി നല്ലതാണ്. ഞാനും ചിരിക്കും. അത് ആരായാലും ഞാൻ അങ്ങനെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നല്ല സ്വഭാവമാണെന്നാണ് പറയണത്. പിന്നെ തീർച്ചയായും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് ഒരു പുഞ്ചിരി. അതെ. ഇപ്പൊ നമുക്കൊരു കല്യാണത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പേടിയുണ്ട്. ഇപ്പൊ അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് ഗാമോഫോബിയ എന്ന് പറഞ്ഞിട്ട്. ഒക്കെ പഠിച്ചു വന്നിരിക്കുക കള്ളി. ഇതെനിക്ക് ഓൾറെഡി എനിക്കുള്ള ഒരു കാര്യമാണ്. ഒരു ടെൻഷൻ, എങ്ങനെയാണ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു ടെൻഷൻ. അത് പല കാരണങ്ങൾ കൊണ്ടാവാം, ട്രോമ, ട്രസ്റ്റ് ഇഷ്യൂസ്, എന്തെങ്കിലും കൊണ്ടായിരിക്കും. അതെങ്ങനെയാണ് അതിൽ നിന്ന് മാറേണ്ടത്? അതായത് നമ്മൾ മെയിൻ ആയിട്ട് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ എത്രയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയി, ലോകം എത്ര പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞാലും പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം അല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റായിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, പെൺകുട്ടികളെ ഏതാണ്ട് തീരെഴുതി കൊടുക്കണ പോലെയാണ് അപ്പനും അമ്മയും കല്യാണം കഴിഞ്ഞ് കെട്ടിച്ച് വിടുക എന്നാണ് പറയാം. ആ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇത്ര അധികം ടെൻഷൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് പുറപ്പെടുകയും ചെയ്തു. പഴയ ആൾക്കാർ പറയാം അമ്മത്ത് നിന്നിട്ട് പുറപ്പെടുകയും ചെയ്തു, അമ്മയുടെ വീട്ടിലേക്ക് എത്തിയില്ല എന്ന്. അതായത് തിരിച്ച് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഗസ്റ്റ് പോലെയാണ്. അതായത് ബേസിക്കലി നമുക്ക് സ്വന്തം വീടുമില്ല, കെട്ടിച്ചു വിട്ട വീടുമില്ലാത്ത അവസ്ഥ. അതൊന്ന്. പിന്നെ രണ്ടാമത് ഉത്തരവാദിത്തങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞ ഉത്തരവാദിത്തമാണ്. ഭർത്താവിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ഭർത്താവിന്റെ മൊത്തം വീട്ടുകാരെ, അവരമ്മായിടെ അമ്മാവനെ, അത് പറയുമ്പോൾ തന്നെ മുഖം ചുളിക്കണു, അപ്പനെ, അമ്മേനെ, അളിയനെ, അനിയനെ, പിന്നെ അവിടെ എന്താ പറയുക വകയിലെ കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തി വേണം ജീവിക്കാനായിട്ട്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാന്ന് പറയുന്ന പ്രശ്നം. പിന്നെ ഉത്തരവാദിത്തമാണ് കുട്ടികൾ. ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞാലും മക്കൾ വേണ്ടാന്ന് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ പാർട്ട്ണർക്ക് കുട്ടി വേണമെന്ന് നിർബന്ധം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കുട്ടിയാണ് സഫർ ചെയ്യുക. കാരണം ഒരാൾക്ക് കുട്ടീനെ താല്പര്യമില്ല, മറ്റാൾക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അയ്യോ 22 വയസ്സായി, നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, നിനക്ക് എന്തെങ്കിലും കേസ് കിട്ടുണ്ടോ? 25 വയസ്സായിട്ട് കുട്ടി ഉണ്ടായില്ലേ, ആർക്കാണ് പ്രശ്നം? രണ്ടാമത്തെ കുട്ടി എന്നാണ് ജോലി? കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്തപ്പോൾ ഭർത്താവിനെ കണ്ടില്ലല്ലോ. ഇങ്ങനെ ആളുകൾ CCTV ക്യാമറയാണല്ലോ ചുറ്റും. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആണ് അത്. അപ്പം അതൊക്കെ സ്വയം മാറണം. അല്ല വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ നമ്മുടെ നാട്ടിൽ. പ്രായമുണ്ടോ ശരിക്കും? ഒരിക്കലും ഇല്ല. കല്യാണത്തിന് പ്രായം എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുമ്പോൾ എന്നുള്ളതാണ്. ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യണം. ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു അട്ടർ ഫെയിലിയർ ആണ്. കാരണം നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന, കാലത്ത് ഉറങ്ങിയിട്ട് പല്ല് തേച്ചു ചോറുണ്ടു എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല വിവാഹം. ഇനിയിപ്പോൾ നമ്മൾ ഒരു മാരേജ് ലൈഫിലേക്ക് പോയി. അപ്പോൾ ഈ ആദ്യം കാണുന്ന ഇപ്പോൾ ആദ്യം 3 months ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ തന്നെ ഭയങ്കര രസമായിരിക്കും, ലവ് കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് ഒരു വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് തന്നെയാണോ ഉണ്ടാവുക, ലവ് ഇതേ സാധനങ്ങൾ തന്നെ? അതിലൊരു അത് നല്ല അടിപൊളി ചോദ്യം. ഒരു സെക്കൻഡ്, ഇപ്പോഴാണ് ആത്മാർത്ഥമായിട്ടൊരു നല്ലൊരു ഒരു വൃത്തിയുള്ള ചോദ്യം ഇപ്പോഴാണ് ചോദിച്ചത്. നല്ല ചോദ്യം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ചോദ്യം വൈകിയത്. നല്ലൊരു വിവാഹ ജീവിതത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആൾ നല്ലൊരു കമ്പാനിയൻ ആവണം. റിലേഷൻഷിപ്പിൽ ആണെങ്കിലും വിവാഹത്തിലായാലും മറുഭാഗത്തുള്ള ആളിൽ നമ്മളെപ്പോഴും പാർട്ട്ണർ എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ട്ണർ ആകുമ്പോഴാണ് പ്രശ്നം.
പാർട്ട്ണർ അല്ല ആവേണ്ടത്, അവൻ നല്ലൊരു ഫ്രണ്ട് ആവണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് ഒബ്ലിഗേഷൻസ് ഇല്ലല്ലോ. അതായത് ചില നല്ല ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ നമ്മൾ മാസങ്ങളോളം അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവില്ല, വിളിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാവില്ല. നമുക്കൊരു പ്രശ്നം വന്നിട്ട് ഡാ ഒരു 2000 രൂപ ഇടാണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇടാടാന്ന് പറയും. അതായത് അവരുടെ പൈസ അല്ല കടം വാങ്ങിയിട്ടായാലും, അല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നല്ലൊരു വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സ് കല്യാണം കഴിക്കാൻ നല്ലത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളെ ഫ്രണ്ട് ആക്കാൻ പറ്റും. അത് കമ്പാനിയൻഷിപ്പാണ് എപ്പോഴും വർക്കൗട്ട് ആവുക, നല്ല ഫ്രണ്ട് ആയിരിക്കണം. അപ്പോൾ അവരുടെ ഇടയിൽ ഈഗോ ഉണ്ടാവില്ല. മറ്റേന്ന് വെച്ചാൽ ഞാൻ ഭർത്താവാണ്, നീ ഭാര്യയാണ്. നമുക്കറിയാലോ ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്താണ്? മുറ്റടിച്ചു വരാൻ പാടില്ല. എന്താ വിചാരിച്ചേ? കാരണം ആണുങ്ങള് മുറ്റടിച്ചു വരാൻ പാടില്ല, കറിക്ക് നുറുക്കാൻ പാടില്ല, ആണുങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. ഇപ്പോഴും ഇപ്പൊ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എറണാകുളത്താണ്. എറണാകുളത്തൊക്കെ കുറച്ചും കൂടി അങ്ങനെയാണ്. പക്ഷെ തൃശ്ശൂർ സൈഡിലൊക്കെ ഇപ്പോഴും ഭർത്താവും ഭാര്യ തന്നെയാണ്. അറിയാലോ വർഷയ്ക്ക് അത് കണക്ഷൻ നന്നായി. അത് കുറച്ചും കൂടി വളർന്നോ ചിന്താഗതിയൊക്കെ ഇവിടേക്ക് വന്നപ്പോ? ഇല്ല, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ പണ്ടത്തെ തോട്ട്സ് അല്ലല്ലോ എന്റെ. ഇപ്പൊ ഞാൻ പഠിക്കാൻ പോയി, ഓരോ കാലഘട്ടത്തിൽ നമ്മൾ തോട്ട്സ് മാറി മാറി വരും. പിന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് കാരണം നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായും. കാരണം ഇപ്പൊ 21 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ ചിന്തയല്ല ഒരു 43-കാരിയുടെ ചിന്ത. 21 വയസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്നത് കാണാൻ കൊള്ളാവുന്ന കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരൻ, അതായിരുന്നു എൻ്റെ ചിന്ത. ഇപ്പൊ 43-ാമത്തെ വയസ്സിൽ ഞാൻ ചോദിച്ചാൽ അതല്ല പറയാ. കാരണം ഇപ്പൊ എനിക്കറിയാം അതൊന്നുമല്ല വേണ്ടത്. സൗന്ദര്യത്തെക്കാളുപരി നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന, മനസ്സിലാക്കാന്ന് പോലും ഞാൻ പറയില്ല, അതായത് നമ്മളെ കേട്ടാൽ മതി, വൃത്തിക്ക് കേട്ടാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അതാ ഞാൻ വീണ്ടും പറയും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു അത്താണി. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന വാക്ക്. ഇപ്പൊ ഞാനായാലും എൻ്റെ ഒരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് 2 സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മുടെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഇത്ര താടി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇൻ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ എനിക്ക് വരുമ്പോൾ അങ്ങനെ സൗന്ദര്യമല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ, റെസ്പെക്ട്, ലോയാലിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് മുൻതൂക്കം. അതെ, നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ ഒരു ബന്ധവും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. കാരണം അവർക്കും രണ്ടു കൂട്ടർക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അതല്ലാതെ വൺ സൈഡഡ് ആകുമ്പോഴാണ് എല്ലാ ഇഷ്യൂ. അതായത് എൻ്റെ ഭാഗം മാത്രം ക്ലിയർ, മറ്റേ ആളുടെ ഭാഗം ശരിയല്ല എന്നുള്ള ഒരു തോട്ട് മാറ്റിയിട്ട് മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബന്ധവും അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായ ഭാഗ്യം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുക. വരുമായിരിക്കും. വരട്ടെ, കാത്തിരിക്കുകയാണ് ഞാൻ. വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കോ രണ്ടുപേരും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് പൈസ, ഒരു കയ്യിൽ പൈസ ഉണ്ട്, ഒരു കയ്യിൽ ലവ് ഉണ്ട്, നമ്മൾ ലവ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പണ്ടേ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എപ്പോഴും പറയാറുള്ളത്. കാരണം സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ. സ്നേഹം ഒരു തേങ്ങയില്ല എന്ന് മനസ്സിലാവാനായിട്ട് കുറേ വർഷം വേണ്ടി വന്നു. ക്യാഷ് തന്നെയാണ് മോളെ വലുത്, പണമില്ലാത്തവന് പിണം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നെ വരും. കാശില്ലാത്ത ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ പാർട്ട്ണർ നല്ല പൈസയുള്ള ഒരാളാണെന്ന് വിചാരിക്കും, നമുക്ക് എപ്പോഴും ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ എപ്പോഴും പറയുക, അത് പെൺകുട്ടികളായാലും ആൺപിള്ളേരായാലും, വിവാഹം കഴിക്കുന്നതിനേക്കാളും മുമ്പ് സ്വന്തമായിട്ട് കാലുമ്മ നിൽക്കാൻ പറ്റിയ, അവനവന് ഏൺ ചെയ്യാൻ പറ്റിയ, അതല്ലെങ്കിൽ ഒരു സാരി വാങ്ങാൻ, ഒരു മാല വാങ്ങാനോ, ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ ഭർത്താവിനോട് കാശ് ചോക്കേണ്ടി വരുന്ന അവസ്ഥ. തിരിച്ചും ഇപ്പോൾ പുതിയ എന്താ പറയുക ന്യൂജൻ പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളുടെ ചില വീഡിയോസ് കാണാറുണ്ട്, ഞാൻ നോക്കിക്കോളാം അവനെ, എന്താ നോക്കാനായിട്ട് ഒക്കത്ത് വെച്ച് നോക്കാൻ, എന്താ അവൻ്റെ കുഞ്ഞു വാവയാ, തിരിച്ചു നോക്കണ്ട മറിച്ചു നോക്കണ്ട. ഞാൻ പറയണ അവനവൻ്റെ ഏണിങ്സ് ഉണ്ടാക്കുക, എന്നിട്ട് മ്യൂച്വലി റെസ്പെക്ട്ഫുള്ളി ജീവിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അതിന്. പക്ഷെ വീണ്ടും പറയുന്നു, സ്നേഹമല്ല പൈസ തന്നെയാണ് വലുത്. പിന്നെ നമുക്കിപ്പോ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണത്, ഗേൾസ് ആണ് ഇപ്പൊ കൂടുതൽ കരയുക, ബോയ്സ് കരയാൻ പാടില്ല, ബോയ്സ് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, സത്യത്തില് എന്താണ് എല്ലാ ബോയ്സ് അങ്ങനെയൊന്നുമല്ലല്ലോ, ഭയങ്കര ഇമോഷണലി. ഈ ബോയ്സ് കരയാണ്ടിരിക്കുമ്പോഴേ അവർ കരയാൻ പാടില്ല എന്ന് ചെറുപ്പം മുതലേ അവരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളെപ്പോഴും പണ്ട് മണ്ണപ്പ ചുട്ട് കളിക്കുന്ന, ഇപ്പൊ നിങ്ങളുടെ പിള്ളേര് നിങ്ങളൊന്നും കളിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അപ്പം ചുട്ട് കളിക്കുക, അമ്മയും അച്ഛനായിട്ടൊക്കെ കളിക്കില്ലേ, കളിക്കും. അമ്മയും അച്ഛനായിട്ടൊക്കെ കളിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്തെങ്കിലും നമ്മളിങ്ങനെ, അപ്പം ഞാൻ നിന്നെ തല്ലി, ഇനി നീ കരയും എന്ന് പറയുമ്പോൾ പോലും കുട്ടികൾ അന്ന് കാലഘട്ടത്തിൽ അവർ ആൺപിള്ളേരും പെൺപിള്ളേരും മാറി മാറിയൊക്കെ കരയും. പക്ഷെ അവിടെ വീട്ടിലുള്ള ഏതെങ്കിലും കാരണവന്മാരുണ്ടെങ്കിൽ ഇതെന്താ ഇങ്ങനെ, ഇവള് ഗേളാണ് നീ ബോയ് ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഗേളിനും ബോയിനും വ്യത്യാസമൊന്നുമില്ല, കരച്ചിൽ വന്നാൽ ആർക്കും കരയാം. കരയാണ്ടിരിക്കുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും അധികം വരുന്ന ആളുകൾ ആരാന്നറിയോ? പുരുഷന്മാർക്കാണ് അധികം അറ്റാക്ക് വരിക. അവർ പിടിച്ചു നിർത്തിയിട്ട് അവരിതിങ്ങനെ കൊണ്ടു നടന്നിട്ട് ഒരു പ്രശ്നം വരും. ഈ ഹാർട്ട് അറ്റാക്കിനേക്കാളും വലിയൊരു സംഭവം ഉണ്ട്, ഒരു പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. പാനിക് അറ്റാക്കും ഡിപ്രഷനും പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് പറയാറുണ്ട്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വല്ലാത്തൊരു മെൻ്റൽ പ്രഷറിലൂടെ കടന്നു പോകണം. കൈയൊക്കെ വെറുതെ ഇങ്ങനെ വിറയ്ക്കും, ചുണ്ടൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യും, നമുക്കിങ്ങനെ നമ്മുടെ പ്രശ്നം പറയാൻ പറ്റുന്നില്ല. നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താ പ്രശ്നം,
ആക്ച്വലി എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബട്ട് ഐ എം നോട്ട് ഓക്കെ. ഒരു ആൻസൈറ്റി, അതായത് മരിക്കാൻ പോകണു എന്നൊക്കെയുള്ള ഒരു തോന്നല്, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള തോന്നല്. പക്ഷെ പ്രോപ്പർലി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പാനിക് അറ്റാക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വേണ്ടതായിട്ടുള്ള മെഡിസിൻ എടുത്തിട്ട് തന്നെ മാറേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മെൻ്റൽ ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു ദിവസം വർഷം സപ്പോസ് ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് ലീവ് എടുക്കുകയാണ്. അപ്പോൾ എന്താണ് വയ്യായെന്ന് ചോദിച്ചാൽ വർഷം പറയും എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയാണെന്ന് പറയും. അല്ലാണ്ട് എനിക്ക് ഒരു മെന്റലി ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെന്നാൽ തലയ്ക്ക് സുഖമില്ല എന്നാണ്. തലയ്ക്ക് സുഖമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സ് എന്ന് പറയുന്ന ശരീരം അതിനെ വേറെ വേറെ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. അത് നമ്മുടെ മൈൻഡില്ലെങ്കിൽ പിന്നെ എന്താണ്, മൈൻഡ് ഓക്കെ അല്ല, ഐ എം നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള ആൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുള്ള ചിന്തയാണ് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പാനിക് അറ്റാക്കും ഡിപ്രഷനും രണ്ടും രണ്ടാണ്. ഡിപ്രഷന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. നമ്മള് അത് പാനിക് അറ്റാക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ആയി പോരാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആയി പോകാൻ പറ്റും. ഡിപ്രഷൻ അങ്ങനെയല്ല, അത് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്, കുറേ സമയം എടുത്തിട്ടാണ് ആ സ്റ്റേജിൽ നിന്ന് വരാൻ പറ്റുക. ഈ പലവട്ടം വന്ന പാനിക് അറ്റാക്ക് മൈൻഡ് ചെയ്യാതാവുമ്പോഴാണ് അവസാനം ഡിപ്രഷനിൽ എത്തുന്നത്. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അങ്ങനെ വിചാരിക്കരുത്. അപ്പോഴേക്കും ആരെങ്കിലും വരൂ രക്ഷിക്കാൻ. വരണം, വരൂല്ലേ? വരും. ഇപ്പോ നമ്മള് ഇതുപോലെ റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും നമ്മളിപ്പോ എല്ലാവരും പെട്ടെന്ന് തീരുമാനം എടുക്കും. അതായത് ഒരാളൊപ്പം ഒത്തുപോകാൻ പറ്റുന്നില്ല, അതിപ്പോൾ എത്ര മാസമാണെങ്കിലും ഡിവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാം. ഇപ്പൊ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ തേപ്പ് എന്ന് പറയും, ഇനിയിപ്പോൾ മാരേജിൽ പോയാൽ ആധികാരികമായിട്ട് എന്താണ് ഡിവോഴ്സ് ചെയ്യുന്നു എന്ന് പറയും. അതിൽ എന്തെങ്കിലും അങ്ങനെ ഇറങ്ങി വരുന്നതിൽ അതിൽ ബ്രേക്കപ്പ്, തേപ്പ് എന്നുള്ളതിന്റെ വേറൊരു വാക്കാണല്ലോ. ബ്രേക്കപ്പ് ആയി, തേപ്പ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഈ തേപ്പ് എന്നുള്ളത് മാറ്റി നമുക്ക് ബ്രേക്കപ്പ് എന്നാക്കാം. അതിൽ ബ്രേക്ക് അപ്പ് എന്നാണ് പറയുന്നത്, അതായത് ബ്രേക്ക് ഡൗൺ എന്നല്ല പറയുന്നത്. ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. അതായത് ആ ഒരു സംഭവമായിട്ട് നമ്മൾ ഓക്കെ അല്ല. ചില പാർട്ട്ണറുടെ കൂടെ നമുക്ക് ചേരുമ്പോൾ നമുക്കത് ഓക്കെ ആവണില്ല. ചിലപ്പോൾ മാനസികമായിട്ട് ഓക്കെ ആവുണ്ടാവില്ല, ചിലപ്പോൾ ശാരീരികമായിട്ട് ഓക്കെ ആവുണ്ടാവില്ല, ചിലപ്പോൾ സൊസൈറ്റിയിൽ ഓക്കെ ആവുന്നുണ്ടാവില്ല, ചിലപ്പോൾ രണ്ട് കൂട്ടരുടെ ഫാമിലി. ഇപ്പം നമ്മൾ രണ്ട് വ്യക്തികളല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, രണ്ട് കുടുംബങ്ങളാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓരോ മാട്രിമോണിയുടെ പരസ്യം തൊട്ട് അങ്ങനെയാണ്, രണ്ട് വ്യക്തികളല്ലോ രണ്ട് കുടുംബങ്ങളല്ലേ എന്ന്. അത് തന്നെ തെറ്റാണ്. എന്തിനാണ് രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കണത്? രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കുമ്പോഴാണ് പ്രശ്നം വളരെ രൂക്ഷമായി പോകുന്നത്. പലപ്പോഴും ഈ രണ്ട് വ്യക്തികൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നുണ്ടാവും. 4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വാശിപ്പുറത്ത് ഭാര്യ ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോയി. 4 ദിവസം കഴിയുമ്പോൾ ആ പെണ്ണിന് തോന്നാണ് ചേട്ടൻ വലിയ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് പോയി മിണ്ടിയാലോ. ചേട്ടനും തോന്നും അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മ പറയും നാണുണ്ടാ നിനക്ക്, നീ ഒരാണല്ലടാ, നീ ഇങ്ങനെ പെൺകോന്തനായില്ലോ എന്ന് ചെക്കൻ്റെ അമ്മ പറയും. ഇനി പെണ്ണ് പോയിട്ട് പെണ്ണിൻ്റെ അമ്മോട് ഞാനൊന്ന് ഈ വഴിക്കിറങ്ങിപ്പോയാൽ പിന്നെ നീ തിരിച്ചു കയറരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലെ ഈഗോ തണുത്താലും നമ്മുടെ കുടുംബക്കാരാണ് പ്രശ്നങ്ങൾ എപ്പോഴും വഷളാക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥകളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പെട്ടെന്നൊന്നും പ്രാബല്യത്തിൽ വരില്ല. രണ്ട് വ്യക്തികൾ നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം കല്യാണം കഴിച്ചിട്ട് വേറെ പോയി താമസിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ വേറൊരു വീട് എടുത്ത് താമസിക്കുക. അതെ അതെ. ഇപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാം, പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് നമുക്ക് മാറാന്ന് പറഞ്ഞു. അങ്ങനെ അത് പണ്ടത്തെ കാലത്തൊക്കെ വളരെ കുറവല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അൺഹാപ്പി ആണെങ്കിൽ അതിൽ നിന്ന് പോരുന്നത്. അത് കുറച്ച് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഞാൻ എന്താണ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ചും കൂടിയും ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ പലരും ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അവയർനെസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ ഇടയിൽ പല ആണുങ്ങളും എഴുതാറുള്ള കമന്റാണ് ദേ വന്നു കുടുംബം കലക്കി ടീച്ചർ എന്നുള്ളതാണ്. കുടുംബം കലക്കുന്നത് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില വീടുകളിലൊക്കെ പെണ്ണുങ്ങളെ അവരിങ്ങനെ എന്താ പറയുക പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്ന തവളകളെ പോലെയാണ് പല സ്ത്രീകളും ജീവിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ചേട്ടൻ ആണുങ്ങളെന്ന് പറഞ്ഞാൽ തല്ലും, ചില വേണ്ടി ഒന്ന് കൊല്ലും. അതായത് ആ കുറേ ബുദ്ധിയില്ലായ്മകൾ തലയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ മാറുകയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ. ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിഷ് ടീച്ചർ പറയുന്ന ടോക്ക് കേൾക്കുകയാണ്. അപ്പോൾ അതിൽ പറയാണ് ഡിസ്റെസ്പെക്ട് ഉണ്ടോ, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോ, വേറെ മാറി താമസിക്കുന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങൾ ചിന്തിക്കുകയാണ് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാണ്ട് മിണ്ടാണ്ട് ചോറും കൂട്ടാനും വെച്ചുകൊണ്ടിരുന്ന മിണ്ടാണ്ടിരുന്നിരുന്ന പെണ്ണാണ്. ഇപ്പോൾ അവൾക്ക് ഈ ഓരോ ടോക്കുകൾ കാണുമ്പോൾ അപ്പോൾ ഇപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അവെയറാണ് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഡിവേഴ്സ് എന്നൊന്നും പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ രണ്ട് വ്യക്തികൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്ത് താമസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ദേഷ്യത്തിന് ഇവരെ പരസ്പരം ഉപദ്രവിക്കാനോ വല്ല അപകടത്തിലൊക്കെ എത്തിച്ചേരാനോ ഉള്ള നമ്മൾ പല വാർത്തകളിലും പലരെ കുറിച്ചും കേൾക്കാറുണ്ട്. നമ്മൾ ആ പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോരാമായിരുന്നില്ല. അത് എപ്പോഴാണെന്ന് അറിയോ മലയാളി പറയാ? ആ പെണ്ണ് മരിച്ചു കഴിഞ്ഞിട്ട് ആദരാഞ്ജലികളുടെ ഒപ്പമാണ് #, വ്യക്തിയുടെ പേര് പറയണില്ല, #, ആ വ്യക്തിയുടെ പേര് ഇരയ്ക്കൊപ്പം. അതുവരെ അവർ പ്രതിക്കൊപ്പമായിരുന്നു. ഇരയും പ്രതിയും മാറി കളി. മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് വാക്ക് മാറ്റുന്ന ആളുകളാണ് മലയാളികൾ. അതുവരെ പറയും അവിടുന്ന് ആ പെണ്ണിറങ്ങി വന്ന് പറയും തൻ്റെടി താൻ തോന്നി.
മരിച്ചു കഴിഞ്ഞാൽ പറയാം അയ്യോ മോൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേനെ എന്ന് വരെ പറയുന്ന അത്രയും സദാചാര ഓളികളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ, ടീച്ചർ ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ആർക്കും ദഹിക്കാറില്ല. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെ പറയുന്നത് കൊണ്ട്, ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? കഴിഞ്ഞ ദിവസേ ഞാനിപ്പോ ഇവിടെ അടുത്ത് എറണാകുളത്ത് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു CMI ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പോയി, CMC. അപ്പോൾ സിസ്റ്റേഴ്സാണ് അവിടെ മൊത്തം. ഞാൻ സ്റ്റേജിൽ ഡാൻസ്, അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കാനായിട്ട് ഒരു സിസ്റ്റർ വിളിച്ച് ഞാനിങ്ങനെ കറക്കി ഡാൻസൊക്കെ കളിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു നന്മമരം ചേട്ടൻ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഓ പോയി ഇപ്പോൾ കുടുംബങ്ങളിക്ക് ടീച്ചർ സിസ്റ്റർമാരെ കൊണ്ടൊക്കെ ഡാൻസ് കളിപ്പിച്ചു തുടങ്ങി, ഇനി എന്നാണാവോ പള്ളിയിലെ അച്ഛന്മാരെ കൊണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, ആരടാ നീ എൻ്റെ കാര്യം അന്വേഷിക്കാൻ എന്ന് പ്രതികരിക്കാം. രണ്ടാമത്, ഒന്നും ഇടാണ്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്യാം. ഞാൻ അത് രണ്ടും ചെയ്തില്ല. ഞാനൊരു സൈക്കോ ആണെന്ന് അവനെ അറിയില്ലല്ലോ, അവനേക്കാൾ വലിയ സൈക്കോ ആണ് ഞാൻ. ആ കമൻറ്റ് ആദ്യം പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി ആക്കിയിട്ട് താങ്ക് യു ചേട്ടാന്ന് എഴുതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആദ്യം നോക്കാനായിട്ട് വന്നു. അന്ന് 100K ഉണ്ടായിരുന്നു, പിന്നെ ദിവസം 200K ആയി. അപ്പം ഞാനത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി. അപ്പോൾ അവനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പാവങ്ങൾ എന്തൊക്കെയോ ഫ്രസ്ട്രേറ്റഡ് ആണ്, സാരില്ല ചേട്ടാ ഒക്കെ ശരിയാവും, പേടിക്കണ്ട കേട്ടാ. ഞാനത് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്ര നേരം ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ആണോ? അതെ, ഭയങ്കര സീരിയസ് ആയിരുന്നു. നമ്മൾ സീരിയസ് ആയിരുന്നു. ആയിക്കോട്ടെ. എങ്ങനെ വീശിട്ട് വയറൊക്കെ എന്തൊക്കെയോ അടക്കണം മോനെ. ഇപ്പൊ കഴിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫണ്ണി ക്വസ്റ്റ്യൻ. കണക്കൊന്നും ചോദിക്കരുത്. കണക്കില്ല, എനിക്ക് കണക്ക് ഒന്നും അറിയില്ല. എനിക്കിപ്പോഴും കണക്ക് കൂട്ടാറിയില്ല കേട്ടോ, ആകെ 10 പേരിലുണ്ട് ഞാനുണ്ട്. എന്നാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പറയണം, അപ്പൊ അത് ഏകദേശം ഉത്തരം കിട്ടും. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല, ഇപ്പോഴും വിഷമത്തിലായിരിക്കും. അതിന്റെ ഉള്ളിൽ നിറയെ പ്രോബ്ലംസ് ആണ്. സത്യം. ഈ ലെവലിലാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനത്തെ 5 ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖം, എന്നും അസുഖമായി കലണ്ടറിന്. കലണ്ടറിന് എന്നും അസുഖം. മന്ത് മലയാളത്തിന്റെ അസുഖല്ലേ? മന്ത്. ഞാൻ വിചാരിച്ചു കലണ്ടർ വീക്ക് ആയി പോയി. രണ്ടും ശരിയാണ്. കലണ്ടർ വീക്ക്. അതെ, എന്റെ ആയിക്കോട്ടെ. PSC ടെസ്റ്റ് പോലെ. ഗുണ്ടാ ലിസ്റ്റില് പേരുള്ള കിളി. എന്റെ മാതാവേ, ഗുണ്ടാ ലിസ്റ്റില് ഈ കിളിക്ക് പേരുണ്ട്. ഒരു ക്ലൂ തരൂ. നമ്മളൊരാളെ തല്ലാനും കൊല്ലാനൊക്കെ പോകുമ്പോ കയ്യിലൊരു ആയുധം പിടിക്കും. ആ ആയുധത്തിന്റെ പേരായിട്ട് വെട്ടോത്തി. വെട്ടുകിളി. കുത്തേറ്റ ആളോട് പോലീസ് ചോദിച്ചു, എവിടെയാണ് ആദ്യം കുത്തിയത്? പിന്നെ രണ്ടാമത് ചോദിച്ചു, എവിടെ വെച്ചിട്ടാണ് കുത്തേറ്റത്? ഇതിനെല്ലാം കൂടിയിട്ട് ഒരു ഉത്തരാണ് ഈ ആള് പറഞ്ഞത്. എന്റെ ഈശ്വര. നമ്മുടെ എറണാകുളമായിട്ട് ബന്ധപ്പെടും. എനിക്ക് എറണാകുളത്തുള്ള ഒരു സ്ഥലം അറിയില്ല, ആകെ അറിയണത് കലൂര്, കടവന്ത്ര. വൈറ്റില അറിയില്ലേ? വൈറ്റില അറിയില്ല. വൈറ്റില എനിക്കറിയില്ലായിരുന്നു ഉത്തരം. മനസ്സിലായി. തൃശ്ശൂരുകാരിയോട് എറണാകുളം ക്വസ്റ്റ്യൻ ചോദിച്ച് അവഹേളിച്ചു. ഞാൻ തൃശ്ശൂരുകാരി, എനിക്കറിയണ്ടല്ലോ. എന്തോ എങ്ങനെ? ഞാൻ തൃശ്ശൂരാ. എന്റെ ഇത്രയൊക്കെയുള്ള ചേച്ചിയല്ല ടീച്ചർ. സോറി ടീച്ചർ, ഇത്രയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനിയും എന്റെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാം തീർച്ചയായിട്ടും. അതിന്റെ ഇടയില് എടുത്തു പറയേണ്ട ഒരു കാര്യം കുട്ടി വിട്ടുപോയി. ഈ പറയുന്ന ആളുകളെ കേൾക്കാനായിട്ട് നമ്മളിടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. ആ നമ്മളിടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഞാനും നീയും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് സന്തോഷം കിട്ടാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഹാപ്പിനെസ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന് നമുക്ക് മയക്കുമരുന്നോ മദ്യമോ ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ വൈബിളുള്ള ആളുകളായിട്ട് ചില്ല് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഈ പറയുന്ന കുട്ടി വർഷയുടെ കൂടെ ശരിക്കും നല്ലൊരു അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. ഐ എം റിയലി ഹാപ്പി. ഇനിയും അടിപൊളിയായിട്ട് വർഷം മുന്നോട്ട് പോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും ചില്ല് ചെയ്തു. ഇപ്പൊ ഒരു ഇതുപോലെ നമ്മുടെ ഇതേപോലെ ഇപ്പൊ നമ്മൾ ഒരേ വൈബാണ്, അതുപോലെ വൈബുള്ള ആളുകളെ മാത്രം കൂട്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നതാണ് നമ്മളിടം. അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആടാൻ പാടാം, ഒരു ഫുൾ ഡേ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളെ കേൾക്കാൻ ഒരുപാട് ആളുകളെയും കിട്ടും. നമ്മുടെ പറയും, കളിക്ക് പാട്ട് പാടും. കാരണം നമുക്ക് അത് ഫുൾ ഡേ ആണ്. കാലത്ത് ഒരു 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണി വരെ. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആരും കയ്യിൽ കൊണ്ട് തരില്ല. സങ്കടം നമ്മൾ വിളിക്കാണ്ട് വണ്ടി വിളിച്ചു വരും. സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്.